സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചതെന്തിന്? ഉത്തരം രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് എന്ന കണ്ടെത്തലിന് 1930 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചു. 1928 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 ഇന്ത്യയിൽ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചതെന്തിന്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് എന്ന കണ്ടെത്തലിന് 1930 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചു. 1928 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 ഇന്ത്യയിൽ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12. ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് അഥവാ JNCASRന്റെ സ്ഥാപകനാര്? ഉത്തരം ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു അഥവാ CNR റാവു. ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് അഥവാ JNCASRന്റെ സ്ഥാപകനാര്? ഉത്തരം ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു അഥവാ CNR റാവു. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. പ്രവർത്തനം ആരംഭിച്ചത് 1971. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1971. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? ഉത്തരം 1963 നവംബർ 21 നൈക് അപ്പാച്ചെ. തുമ്പയിൽ നിന്ന് ആദ്യമായി വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? ഉത്തരം 1963 നവംബർ 21 നൈക് അപ്പാച്ചെ.